കോട്ടായി പാർട്ടി ഓഫീസ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് സിപിഎമ്മിന് കോൺഗ്രസിന്റെ ഓഫീസ് ആവശ്യമില്ലെന്ന് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. മോഹൻകുമാർ കോൺഗ്രസ് പാർട്ടി ഓഫീസിലെത്തിയത് രേഖകളും റെക്കോർഡുകളും എടുക്കാൻ. മോഹൻകുമാറിന് നേരെ പ്രകോപനമുണ്ടായപ്പോഴാണ് സിപിഎമ്മിൽ ചേർന്നവർ ഓഫീസിൽ കയറിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും സിപിഎം ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ലെന്നും വാർത്ത അടിസ്ഥാനരഹിതമെന്നും സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ സിപിഎമ്മിൽ ചേരുന്നതിന് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കയ്യേറിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ തീരുമാനമായില്ല. RDO കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളെയും കെട്ടിടം ഉടമ കെ രാമദാസിനെയും വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും തീരുമാനം പിന്നീട് പറയാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുവരെ ഓഫീസ് തൽസ്ഥിതിയിൽ തുടരാനും പോലീസ് കാവൽ ഏർപ്പെടുത്താനാണ് RDO നൽകിയ നിർദ്ദേശം. ഇതിനിടെയാണ് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിപിഎമ്മിന്റെ മലക്കം മറിച്ചിൽ. സിപിഎമ്മിന് കോൺഗ്രസിന്റെ ഓഫീസ് ആവശ്യമില്ല. സിപിഎമ്മിന് കേരളത്തിൽ എല്ലായിടത്തും ഓഫീസുണ്ട് എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം. മോഹൻകുമാറിന്റെ പേരിൽ കരാർ വെച്ച കെട്ടിടത്തിലേക്കാണ് പാർട്ടി പ്രവർത്തകർ പ്രവേശിക്കാനെത്തിയത്. അവരെ തടഞ്ഞ് കോട്ടായിലെ കോൺഗ്രസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചു. പ്രശ്നപരിഹാരത്തിനെത്തിയ സിപിഎം ഏരിയ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പാർട്ടി ഓഫീസ് കൈയടക്കാൻ സിപിഎം ശ്രമിക്കുന്നു എന്ന വ്യാജ പ്രചരണം കോൺഗ്രസ് നടത്തി. സിപിഎം ഏരിയ സെക്രട്ടറിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിലെ പ്രകോപനമായിരിക്കാം പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിലെ ആർച്ച് തകർക്കാൻ കാരണം. സിപിഎമ്മിന് കോട്ടായി കോൺഗ്രസ് മണ്ഡലം ഓഫീസ് വേണ്ട. മോഹൻകുമാർ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ എത്തിയത് രേഖകളും റെക്കോർഡുകളും എടുക്കാനാണ്. മോഹൻകുമാറിനാണ് കെട്ടിടം ലഭിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ അത് തിരിച്ചു നൽകാൻ മടിയില്ല എന്നും സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഭീകരമായ രാഷ്ട്രീയ പ്രവർത്തനവും വർഗീയ പ്രചരണവും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്തില്ലേ? അവരോട് പോലും ഞങ്ങൾ ശത്രുതാപരമായ നിലപാടല്ല ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളെയല്ല. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎമ്മിൻ്റെ പ്രവർത്തനം, സിപിഎം നിശ്ചയിക്കുന്ന പരിപാടികൾ സ്വതന്ത്രമായി എല്ലാ കാലത്തും നടത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസ് കയ്യേറി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കൊലപ്പെടുത്തുകയും അടിച്ചോടിക്കുകയും ചെയ്ത ഒരു പാർട്ടിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ് എന്നാണ്. അവിടെ പോലും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ പാർട്ടി ഓഫീസ് കയ്യടക്കി എന്ന മാധ്യമങ്ങളിലെ വാർത്തകൾ ശരിയാംവണ്ണം നിങ്ങൾ പരിശോധിക്കാതെ കൊടുത്തതിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതാണ് വസ്തുത. മോഹൻകുമാറിനാണ് എഗ്രിമെന്റ് പ്രകാരം നിയമപരമായി ഇപ്പോൾ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന കെട്ടിടം അനുവദിച്ച് കിട്ടുന്നത് എങ്കിൽ ഒരു മടിയുമില്ലാതെ ആ കെട്ടിടം കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. അവർ പ്രവർത്തിക്കുന്ന കേന്ദ്രം സിപിഎമ്മിന്റെ കേന്ദ്രമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അത്തരത്തിലൊരു നീക്കത്തിനും തയ്യാറുമല്ല. ചില വാർത്തകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രകോപനപരമായ ഒരു നിലപാടിൽ നിന്നുണ്ടായ ചില കാര്യങ്ങളാണ് ആ ഒരു ദിവസം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ RDOയുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം വന്നാലും നിയമപരമായ ആ തീരുമാനം അംഗീകരിക്കാൻ സിപിഎം തയ്യാറാകും. വോട്ടിനു വേണ്ടി വർഗീയതയെ കൂട്ടുപിടിക്കുന്നവരാണ് കോൺഗ്രസ്. മാധ്യമങ്ങളും കോൺഗ്രസിന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് എടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും സിപിഎം ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. പാർട്ടി നിലപാട് ഏരിയ സെക്രട്ടറി RDOയെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.